ഇന്നാണെങ്കിൽ വീട്ടിൽ പറ വരുമായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണ് സംഭവം, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ തന്നെ പറ വരുമെന്നാണ് അവർ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും എല്ലാം ഒരുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 11 11:30 ആയി വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ രാവിലെ വന്ന് എടുത്തിട്ട് പോകാറാണ് പതിവ്. ആ ഒരു ഉദ്ദേശത്തിലാണ് രാവിലെ തന്നെ എല്ലാം ഒരുക്കി വെച്ചിരുന്നത്. പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പുറത്തെ വീട്ടിൽ പറ വന്ന് കൊട്ടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ടെൻഷനാണ്. എന്നാൽ ആ സമയത്ത് വിളക്ക് കത്തിക്കുമ്പോഴാണെങ്കിൽ കത്തത്തുമില്ല, ആ ഒരു ടെൻഷൻ കൊണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്ന് പറ എത്തിയിട്ടുണ്ട്. പൊക്ലാശ്ശേരി അമ്പലത്തിലെ പറയാണ്. അവിടെ ദേവിയാണുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അമ്പലം. അവർ നെല്ലും കൂടെ കൊണ്ടുവരും. അത് നമ്മൾ നിറയ്ക്കണം. അത് നിറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. ഒരുപാട് നേരം നമുക്കങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. നമ്മുടെ വീട്ടിൽ പറയെടുത്ത് പോയെന്ന് പറഞ്ഞാൽ ശരി, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് നോക്കി നിന്ന് പോകും. അതൊക്കെ ഒരു രസമാണ്. അങ്ങനെ അവരതൊക്കെ എടുത്തിട്ട് പോയി. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള വേറൊരു ശീലമാണ് പറയ്ക്ക് വെച്ച ശർക്കരയും പഴവും നോട്ടം. അത് ഞാൻ പറ പോയി കഴിയുമ്പോഴേ അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.